കഴിയണത് എല്ലാ മാസവും ഗുരുവായൂരെത്താൻ ശ്രമിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് പറ്റാറില്ല. എന്നാലും പറ്റുന്ന അവസരങ്ങളൊക്കെ പോയിട്ട് അവിടെ തൊഴാനും അവിടെ ഇരിക്കാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. ഞാനും കിച്ചും അമ്മയും ചാച്ചയും കൂടിയിട്ട് ഗുരുവായൂർ പോയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് എനിക്കാണെങ്കിൽ ചാച്ചുവിനൊരു വഴിപാടുണ്ടായിരുന്നു. അവന് പെട്ടെന്നൊരു ദിവസം വയ്യായികയൊക്കെ ആയിട്ട് അത് പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ എടുത്തിട്ട് അടി വെക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവനെയും കൊണ്ടുപോയുള്ള ഒരു വ്ളോഗാണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൂത്താൾ വന്നില്ല. അവനെ കുറേ വിളിച്ചപ്പോൾ അവൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് വഴിപാട് ചെയ്യണ സമയത്ത് അമ്മയ്ക്ക് രണ്ടുപേരെയും നോക്കൽ ഇത്തിരി ബുദ്ധിമുട്ടായ കാരണം ഞാൻ വല്ലാതെ നിർബന്ധിക്കാനും പോയില്ല. ഞങ്ങൾ വഴിപാടൊക്കെ കഴിഞ്ഞു, അവിടെയൊക്കെ തൊഴുതു ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫോണ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫോൺ എടുത്തിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരെ ഞങ്ങൾ പായസവും പഴവും കളവും വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് റെസിപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അമ്മ പോവാമെന്ന് പറഞ്ഞിട്ട് അതിലേ വന്നു കേട്ടോ. ഇപ്പം 2-3 ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു കൊടുന്നു. എന്നിട്ട് അമ്മ വരിക്ക് നിന്നിട്ട് റെസിപ്റ്റ് ആക്കി. അമ്മ പായസം വാങ്ങിച്ചു, ഞാൻ പോയിട്ട് പഞ്ചസാരയും പഴവും പിന്നെ കളവും ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കളഭം വാങ്ങിക്കാനൊരാഗ്രഹം. അപ്പം അങ്ങനെ അതും വാങ്ങി. എന്നിട്ട് നേരെ ബാഗിലൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. ഒരു സമാധാനമാണ് ഇവിടെ എത്തുമ്പോൾ, എന്താണെന്നില്ലാത്തൊരു സമാധാനമാണ് മനസ്സിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു നേരെ ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവിടെ പൂരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് അവിടെ പോസ്റ്റായി.